ഈ കുറിപ്പുകൾ അങ്ങേ അനുഗ്രഹത്താൽ വിശദീകരിക്കണമേ. ആഹ്ലാദപരരായി ക്രിസ്തുരാവിലെ അനുബന്ധിക്കുന്നവർ അവിടുന്ന് വഴി നിത്യജെറുസലേമിൽ എത്തിച്ചേരുവാൻ ശക്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവണ്ണമേ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷമുള്ള വായന. അക്കാലത്ത് യേശു ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്ക് അരികിലേക്കുള്ള ബെത്ഫഗ, ബെതനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നതിന് എന്നാരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവൻ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അവൻ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവൻ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തിനടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ചു. തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ അവരോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതികരിച്ചു, ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാനങ്ങോട് പറയുന്നു. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, 2025 കർത്താവിന്റെ ജനന ജൂബിലി ആഘോഷിക്കുന്ന വർഷത്തിൽ കർത്താവിന്റെ പെസഹ രഹസ്യം ആഘോഷം ആഘോഷിക്കുന്നതിലേക്ക് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുകയാണ്. വിശുദ്ധ വാരത്തിലേക്ക് ഇന്നേ ദിനം നാം പ്രവേശിക്കുകയാണ്. യേശുവിന്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഇന്ന് ഹോസാന ജയറിൽ ഹോസാന എന്നുള്ള പദം നാം ഉപയോഗിക്കുന്നുണ്ട്. യേശു ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ ഹോസാന ഹോസാന എന്ന് ആർത്ത് ഉല്ലസിച്ചു, ആർത്ത് വിളിച്ചു. ഹോസാന എന്നുള്ള പദത്തിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അന്നുണ്ടായിരുന്ന ലോകജനത മുഴുവനും ആർത്ത് വിളിച്ച ഒരു സ്വരം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ അലയടികൾ ഉയരുന്നുണ്ട്, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അതിന് കർത്താവ് എടുത്ത വഴി എന്ന് പറയുന്നത് എളിമയുടെ, വിനയത്തിന്റെ ഒരു വഴിയാണ്. രാജകീയ പ്രവേശനമാണെങ്കിലും കഴുതയുടെ പുറത്ത് എഴുന്നള്ളുന്ന രാജാവിനെയാണ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. കുതിരയുടെ പുറത്ത് എഴുന്നള്ളുന്ന വലിയ വലിയ നാട്ടുരാജാക്കന്മാർ ഉള്ളപ്പോഴും തികഞ്ഞ വിനയത്തോടുകൂടെ, എളിമയോടുകൂടെ ലോകത്തിന്റെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തു കഴുതയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗം നാം കാണുന്നുണ്ട്. അത് രാജാവ് വിനയാന്വിതനാണ്, രാജാവ് ക്ഷമാശീലനാണ്, രാജാവ്
കർണാടകനാണ്. വിനയത്തോടുകൂടെ എഴുന്നള്ളി വരുന്ന രാജാവിനെ അന്ന് ലോകത്തിന്റെ ജനത ആർപ്പ് വിളിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞതുപോലെ ഇന്നും ആ അനുസ്മരണത്തെ ശിരസാ വഹിച്ചുകൊണ്ട് ഈ വെള്ളട പ്രദേശത്ത് നാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത് ആരെയും കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഘോഷമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിതത്തിലും അസ്വസ്ഥമാക്കുന്ന സ്വസ്ഥത ലഭ്യമാകാത്ത ഒത്തിരിയേറെ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ലോകത്തില് അതിന്റെ അലയടികൾ ഉയർന്നിട്ടുമുണ്ട്. അപ്പോൾ സ്വസ്ഥത ലഭിക്കുവാൻ, ശാന്തി ലഭിക്കുവാൻ ഈ ലോകത്തിൽ വിനയാന്യതരായി നിൽക്കുന്ന ഒരു രാജാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ചുറ്റും ലോകത്തിനും ലഭിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ ഓശാന പ്രദക്ഷിണം നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവിന്റെ സാന്നിധ്യവും നമ്മോടൊപ്പമുണ്ട്, നമ്മളിലാണ് കർത്താവ് രാജാവായിട്ട് വാഴുന്നത്. നമ്മളുടെ അസ്വസ്ഥതകളെ സ്വസ്ഥമാക്കുന്നതിലേക്ക് വേണ്ടിയാണ് കർത്താവ് എഴുന്നേണ്ടി വന്നത്. ഈ ദേവാലയമാകുന്ന നമ്മുടെ ഹൃദയങ്ങളെ സ്വസ്ഥമാക്കി കർത്താവിനെ ഓശാന ആലപിച്ച്, കർത്താവെ എന്നെ രക്ഷിക്കണമേ, എന്റെ കുടുംബത്തെ രക്ഷിക്കണമേ, ഈ ലോകത്തെ രക്ഷിക്കണമേ എന്നുള്ള ആർത്തുവിളിയുമായിട്ട് ഈ പ്രദർശനത്തിന് നമുക്ക് ഇവർക്ക് പങ്കുകൊള്ളാം. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നവര്, മനസ്സ് തുറന്ന് യാചിക്കുന്നവർക്ക് കൃത്യമായിട്ട് കർത്താവ് നൽകും. രാജാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുകയും ചെയ്യും. ആ രാജാതിരാജനായ ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർ മാത്രമേ ഈ ലോകത്തെ മാറ്റുവാൻ അതിന്റെ ക്രമത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ബോധ്യം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ലോക ജനതയ്ക്കും എല്ലാ വിശ്വാസികൾക്കും ലഭ്യമാകുന്നതിലേക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ആത്മവിളികൾ, കർത്താവെ ഞങ്ങളെ എന്നെ രക്ഷിക്കണമേ എന്നുള്ള ആത്മവിളിയോടുകൂടെ ഈ പ്രദർശനത്തിൽ നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കാം.